ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് എൻ്റെ കണ്ട വല്ലാണ്ടിരിക്കുന്നത്. ആകെ രാവിലെ എഴുന്നേറ്റ് ചട്ടയായിട്ടിരിക്കുന്നത്. എനിക്കങ്ങ് വല്ലാണ്ട് പോലെ. അപ്പോൾ അന്നേരം കുറച്ച് നേരം പുറത്തോട്ട് നിന്നപ്പോൾ തന്നെ മഴയും വരുന്നു. അപ്പം മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരിക്കുക, ചായ കുടിക്കാമെന്നുള്ള രീതിയാണ്. ഞാൻ ചായ രാവിലെ കുടിക്കില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിച്ച് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കും. കഴിച്ച് നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ് വെള്ളം. അതുപോലെ തന്നെ സ്കിന്നിൽ കുറച്ചും കൂടെ നല്ല മിനറൽസൊക്കെ കയറാനൊക്കെ ഏറ്റവും ബെറ്റർ. രാവിലെ എഴുന്നേറ്റ് ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് നല്ലതായതുകൊണ്ട് അത് കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. പിന്നെ ഞാൻ നേരെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് എനിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മുഖം ഞാൻ വൃത്തിയാക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് തണുത്ത വെള്ളമല്ലേ, ഐസ് ക്യൂബ് ഇട്ട വെള്ളം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫേസ് അതിനകത്ത് മുക്കും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. കുറേ നേരം ചെയ്ത് വെച്ചിട്ട് അങ്ങനെ എന്നിട്ട് അതിന് ശേഷമാണ് പല്ല് തേക്കാനായിട്ട് പോയി. അതിന് അമ്മ കണ്ടടുത്തിരിക്കുന്നത്. അപ്പോൾ അമ്മ ആരുടെ ഫോൺ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മ ചുമ്മാ കാണിച്ച് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഫേസ് വാഷാണ്. ഫേസ് വാഷ് എന്ന് വെച്ചാൽ നമ്മൾ ഉപ്റ്റാൻ്റെ ഫേസ് വാഷാണ് ഇംഗ്ലീഷിൻ്റെ. അതായത് നമ്മൾ ടാൻ റിമൂവലൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഇത് യൂസ്ഫുള്ളാണ്. കാരണം ചില ഫേസിനാണെങ്കിലും എല്ലാം നല്ലതാണ്. അതിൻ്റെ സൈഡിലായിട്ടൊരു സാധനമൊക്കെ ഇട്ട് അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല രസമാണ്. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ നല്ല അതിനകത്തൊരു പദം വരും. ആ പദം ഇങ്ങനെ ഇങ്ങനെ ഉരച്ചാൽ മതി. അത് ഏറ്റവും നല്ലതാണ്. അത് ഒരു കുറച്ച് നേരമൊക്കെ ഇട്ട് ഇങ്ങനെ ഉരയ്ക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മുഖത്ത് ഈ എവിടെയെങ്കിലൊക്കെ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ടാന് അതെല്ലാം പോവുകയും ചെയ്യും. അതുപോലെ സ്കിൻ നല്ല അടിപൊളിയാകും, ക്ലീനാകും. ഞാൻ ഇത് എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് കിടക്കാൻ നേരത്തൊന്ന് ചെയ്യും, പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ചെയ്യും. പിന്നെ രാവിലെ അങ്ങനെ ചെയ്യത്തില്ല, ഇടയ്ക്കൊക്കെ പോകുകയാണ് ചെയ്യും. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ വരും. അപ്പം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന കൂട്ടത്തിന് ഞാൻ എൻ്റെ ഫുഡ് എന്താണ് ഒരു ദിവസം കഴിക്കുന്നതും വരും. അതുപോലെ തന്നെ ഞാൻ കൊച്ച് ഫേസിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറൊക്കെ അതൊക്കെ വരും. പക്ഷേ പുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. എൻ്റെ ഒരു കണ്ണിൽ വന്നിരിക്കുന്നുണ്ടോ, ഞാനൊരു കണ്ണിലെന്തോ വീണിട്ട് ഞാൻ റെഡിയാക്കും. അതിനുശേഷം പാലപ്പവും മുട്ടക്കറിയും കഴിച്ചു. ശേഷം നേരെ അക്കോറി ഒന്ന് ക്ലീൻ ചെയ്തു, ചോറ് ചെയ്തു. എന്നിട്ട് എൻ്റെ കുറച്ച് ഗോൾഡ് ഫിഷിനെ ഞാൻ പിടിച്ചിട്ട്, എനിക്ക് ഗോൾഡ് ഫിഷ് ഭ്രാന്തായതുകൊണ്ട് കുറച്ച് ഗോൾഡ് ഫിഷ് ഇതൊക്കെ എൻ്റെ വലിയ ഗോൾഡ് ഫിഷ്. ഒരു കുട്ടി ഗോൾഡ് ഫിഷ് പുതിയതായിട്ട് വാങ്ങിച്ചാണ്. ഈ വൈറ്റ് ഗോൾഡ്, ഈ കുറച്ച് കുട്ടി ഗോൾഡ് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. അത് എൻ്റെ കൂടെ വൈറ്റ് ഗോൾഡ്, അങ്ങനെ കുറച്ച് ഗോൾഡ് എൻ്റെ വൈറ്റ് ഗോൾഡ്. പിന്നെ എന്തോ ഒരു CD പോലത്തെ ഒരു മീൻ, എന്തൊരു മീനാണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു ജോഡി ചത്തുപോയി. അത് കൊണ്ടുവന്ന് പിറ്റേ ദിവസം തന്നെ അത് ചത്തുപോയി. അതിന് ശേഷം കുറച്ച് നേരം അതിൽ അക്കൂറത്തിലേക്ക് നോക്കി മീനുകൾ ഓടുന്ന സന്തോഷത്തോട്ടിരിക്കുന്നതൊക്കെ കണ്ട് അതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചക്കത്തെ ഫുഡ് എന്ന് വെച്ചാൽ ചോറ്, ബീട്രൂട്ട് തോരൻ, മുട്ടത്തോരന്, പിന്നെന്തോ മീൻ വറുത്തത്, അവിയൽ, പിന്നെ എന്തോ ഒരു അച്ചാറിൻ്റെ പേര് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഒരൊറ്റ കിടപ്പ്. കുറച്ച് നേരം കിടന്ന് വീണ്ടും എഴുന്നേറ്റ് 4 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് മീനെയൊക്കെ നോക്കി. അതിന് ശേഷം ഒരു സൈസ് മാഗി, ഹോട്ട് ഡ്രിങ്കിൾസോ അങ്ങനെ എന്താ പറഞ്ഞൊരു മാഗി, അതും മുട്ടയും കൂടെ മിക്സ് ചെയ്തും പിന്നെ ചായയും കൂടെ പിടിച്ച്. പക്ഷെ ഞാനും എൻ്റെ അനിയനും കൂടി ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, ഓതറയിലേക്ക്. അപ്പം അതിൻ്റെ ഇതാണ്. അനിയൻ കണ്ടോ മുണക്ക് കാണിച്ചാണ്, അതാണ് മോന്ന് കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറമോട്ട് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവനെ പോലൊരു വേറെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ സൗന്ദര്യമൊക്കെ കുറച്ച് നോക്കി, എൻ്റെ നോക്കി കുറച്ച് ലുക്കൊക്കെ ആണോ എന്നൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ ഈ ഒരു ബസ്സിനാണ് പോകുന്നത്, PMS പാറയ്ക്കലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തിരുവല്ല പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ പടുതി ഉണ്ടാവും. അത് നേരെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യമാണ്. കണ്ടോ, ഒരു ഫോറസ്റ്റിൽ കൂടെ പോകുന്നവരുണ്ട്. വെറുതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയെന്ന് കരുതി ആദ്യമേ കൊണ്ടുവന്നൊരു പായസം, എന്തോ അരിപ്പായസം കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞൊരു ബോളി, അത് രണ്ടും കൂടെ കഴിച്ചു. അതും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയത്തി അമ്മും കൂടെ ഒരു മൊണാക്ക് ബൂമറാങ് ചെയ്തു. ആ ബൂമറാങ്ങും ചെയ്ത് ഇൻസ്റ്റയിൽ അത് മെൻഷനും ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 4 പേരും കൂടി ചേർന്ന് ഒരു വീഡിയോ എടുത്ത്. പക്ഷെ അമ്മുവിൻ്റെ വക ഒരു വീഡിയോ എടുത്ത്, എന്തോരോ ഒരു വീഡിയോ, അത് എന്തൊക്കെയോ കാണിക്കുന്നത്. അതിൽ എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും 4 പേരും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഈ ഫോട്ടോയിലൂടെ എൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ കിടന്നുറങ്ങി. ബായ്.